ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ നാച്ചുറലായിട്ട് എങ്ങനെ ഗ്ലോ കൊണ്ടുവരാമെന്നുള്ള കുറച്ച് അമേസിങ് ടിപ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. 5 പൈസ ചിലവില്ലാതെ. ഹലോ, വെൽക്കം ടു മൈ ചാനൽ ദ ബ്യൂട്ടി ബീസ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നാച്ചുറലായിട്ട് ഒരു രൂപ പോലും ചിലവാക്കുന്നത് നാച്ചുറൽ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. കുറേ നാളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം വിചാരിക്കായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് തോന്നി ഓക്കെ ഒരു വീഡിയോ ചെയ്തേക്കാം, ഷോർട്സ് ഇടണം തോന്നി. പിന്നെ ചോദിച്ചാൽ ഓക്കെ ലോങ് വീഡിയോ ഇട്ടേക്കാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ എല്ലാം കാണാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പാക്ക് പറഞ്ഞുതരാം. ഒരു 3 പാക്ക് പറഞ്ഞുതരാം. ബാക്കിയൊക്കെ ഓരോ വീഡിയോസായിട്ട് എനിക്കിപ്പോൾ എല്ലാം കൂടെ പറഞ്ഞു ലോങ് വീഡിയോ, ലെങ്ത്തുള്ള വീഡിയോ ആയിപ്പോവും. അപ്പം ഒരു 3 പാക്ക് പറഞ്ഞുതരാം. അത് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. ഫസ്റ്റ് സെഗ്മെൻറ്റ് ഫേസ് പാക്കാണ്. അപ്പോൾ സെഗ്മെൻറ്റ് 1 നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചില ഫേസ് പാക്കാണ്. ഓക്കെ, ആദ്യം തന്നെ ഹണിയാണ്. ഹണീനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അതിനകത്തുണ്ട്. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും സ്മൂത്ത് ആവാനും ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹണി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹണിയിൽ കുറച്ച് ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ ജ്യൂസ്, അല്ലെങ്കിൽ അത് പ്ലെയിൻ ആയിട്ടുള്ള ഹണി ആണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് തിൻ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് അത് വയ്ക്കുക ഫേസിൽ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല വാം വാട്ടർ, അതായത് അധികം ചൂടുമല്ല അധികം തണുപ്പുമല്ല, അങ്ങനത്തെ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖം കഴുകുക. ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ചെയ്താൽ. പിന്നെ രണ്ടാമത്തെ പാക്ക് ടെർമറിക്കിനെ കുറിച്ചും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ ഹണീനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്ത് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിലും ആദ്യം നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ്, നമ്മുടെ വീട്ടിലെടുക്കുന്ന സാധനമാണ് ടെർമറിക്. ടെർമറിക് എന്ന് പറയുന്നത് നമ്മൾ ഈ പാക്കറ്റിൽ കിട്ടുന്ന പൊടിയല്ല കേട്ടോ. അതൊക്കെ നമ്മൾ കറി കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചേർക്കുന്നുണ്ട്. പ്യുവറായിട്ടുള്ള ടെർമറിക് ഉണ്ട്. ഇപ്പോൾ ഇവൻ കസ്തൂരി മഞ്ഞളാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് എപ്പോഴും അതിൻ്റെ ഒരു പീസ് നന്നായിട്ട് അരച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ പൊടി മേടിക്കാൻ കിട്ടും, പക്ഷേ അത് നല്ല ആയുർവേദ കടയിൽ നോക്കിയിട്ട് വേണം മേടിക്കാൻ. അത് കുറച്ച് റോസ് വാട്ടറായിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ തൈര്, ഇത് 3 ലേതിങ്ങയായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഹണിയും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിക്ക് ലെയർ ആക്കി ഇട്ടിട്ട് ഒരു 30 മിനിറ്റ്സ്, അത് നന്നായിട്ട് ഉണങ്ങണ്ട, ഏകദേശം ഒരു 70% ഉണങ്ങുമ്പോൾ നന്നായിട്ട് ഇതുപോലെ വാം വാട്ടറിൽ മുഖം കഴുകി കൊടുക്കാം കേട്ടോ. പിമ്പിൾസൊക്കെ പോകാനും സ്കിന്നിൻ്റെ ടാൻ മാറാനും പണ്ട് കാലം തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ടെർമറിക് എന്ന് പറയുന്നത്. അപ്പോൾ കസ്തൂരി മഞ്ഞളായാലും കുഴപ്പമില്ല, ഇങ്ങനെ ഈ ഒരു പാക്ക് ഇടുന്നത് നല്ലതാണ്. ഗ്ലോയിങ് സ്കിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കളർ കംപ്ലീറ്റ് മാറാനല്ല, നമുക്ക് ടാൻ അടിക്കാത്ത ബോഡി പാർട്സിലുള്ള കളർ ഉണ്ടല്ലോ, അത് നമുക്ക് കൊണ്ടുവരും. പിന്നെ മൂന്നാമതെന്ന് വെച്ചാൽ അലോവേര. അലോവേര നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ഡബയിൽ കിട്ടുന്ന ആ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. നാച്ചുറൽ അലോവേര ഉണ്ടല്ലോ, ഈ പറഞ്ഞതൊക്കെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഹണി ആണെങ്കിലും നോക്കിയിട്ട് മേടിക്കണം. പല ഫേക്ക് പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്, അതൊന്നും മേടിക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ അലോവേരേൻ്റെ ആ ഒരു ജെല്ലുണ്ടല്ലോ, അത് മുഖത്ത് ആ ഗ്രീൻ കളർ കൂടാതെ എടുക്കണം കേട്ടോ. ആ ഒരു ജെല്ല് മുഖത്ത് ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ട് നന്നായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കൊടുക്കുക. അതെന്ന് വെച്ചാൽ നല്ലൊരു സൂത്തിങ് ഇഫക്റ്റ് കിട്ടും. സ്കിന്ന് ടാൻ മാറാൻ, നമ്മൾ സൺബേണൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിൻ ഗ്ലോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഉപയോഗിച്ചോ. രാവിലെ ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് നമ്മൾ ആ ടൈമിൽ നമ്മൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് എല്ലാം റിമൂവ് ചെയ്തിട്ടാണല്ലോ രാത്രി കിടക്കുക. അപ്പോൾ അലോവേര ജെല്ല് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇട്ടിട്ട് ഒരു നന്നായിട്ട് തിക്ക് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴിക്കാൻ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഡെയിലി ചെയ്യുന്നത് നല്ലതാണത്. പിന്നെ ലാസ്റ്റ് വരുന്നത് കോക്കനട്ട് ഓയിൽ. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അതിന് ഇപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മൾ ഡയറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ കേട്ടോ. കോക്കനട്ട് ഓയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മളതങ്ങനെ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ വെയിറ്റ് ലോസിനോ കുടിക്കുന്നവരുണ്ട്. പിന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനും, നമ്മൾ ഈ കൊളസ്ട്രോളൊക്കെ വരുന്നതൊക്കെ വെറുതെ കേട്ടോ, അങ്ങനെയൊന്നുമില്ല. മിതമായ രീതിയിൽ ഉപയോഗിക്കേണ്ട രീതിയാണ്, അതിനനുസരിച്ചാണ് അത് വരുന്നത്. സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാകുന്നതൊക്കെ നല്ല പ്യൂറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അത് മുഖത്ത് മസാജ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മേക്കപ്പ് റിമൂവറായിട്ട് ഈ ഓയിൽ ഉപയോഗിക്കും.
ഉപയോഗിക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കുക. ഇവൻ നിങ്ങൾ മേക്കപ്പ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ആദ്യം കുറച്ചൊരു 10 മിനിറ്റ് വയ്ക്കുക, എന്നിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല അതുപോലെ വാം വാട്ടറിൽ കഴുകിക്കളയാം. അതും എന്നിട്ട് അതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ളത് ഇട്ട് കൊടുക്കും. അപ്പോൾ നെക്സ്റ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡയറ്റാണ്. ലൈഫ് സ്റ്റൈലും ഡയറ്റും നന്നായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പണിവാളും. ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ് പാക്ക് മാത്രം ഞാൻ കുറേ വീഡിയോസിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആസ് എ ന്യൂട്രീഷനിസ്റ്റ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതിൻ്റെ കൂടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും കൂടെ നോക്കണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സെക്കൻഡ് സെഗ്മെൻറ്റ്, ഫസ്റ്റ് അല്ല സെക്കൻഡ്. ഇത് ചെയ്യാണ്ട് ഫസ്റ്റ് സെഗ്മെൻറ്റിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ സ്റ്റേ ഹൈഡ്രേറ്റഡ് ഗൈസ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്. എപ്പോഴും പറയണ പോലെ വെള്ളം ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. ഒരു 7-8 ഗ്ലാസ് വെള്ളം നിർബന്ധമാണ് ദിവസം. അത് നമ്മുടെ സ്കിന്നിന് നമ്മുടെ വയറ്റിലുള്ള നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസിലൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ വെള്ളം കുടിക്കുമ്പോൾ. നമ്മളിങ്ങനെ ടോയ്ലറ്റിൽ പോകുമ്പോൾ അതുപോലെ വയറ്റിൽ നിന്നൊക്കെ പോകുമ്പോൾ നമ്മുടെ ടോക്സിൻസൊക്കെ പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് സ്കിന്നിന് ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ എല്ലാം കളയണമല്ലോ, നമ്മുടെ ചീത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കളയാൻ വേണ്ടി വെള്ളം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം നമ്മളെപ്പോഴും, കാരണം അല്ലെങ്കിൽ സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോടും. ഇതിൽ രണ്ടാമത്തെന്ന് പറഞ്ഞത് ബാലൻസ്ഡ് ഡയറ്റാണ്. എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ പ്രോട്ടീൻ, ഫാറ്റ്, ഇതൊക്കെ കാർബ്, ഇതെല്ലാം വേണം, ഒന്നും ഒഴിവാക്കേണ്ടതായിട്ടില്ല. എല്ലാം കൂടി വരുന്നൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ കഴിക്കുമ്പോഴേ നമുക്ക് അതിനകത്തുള്ള ആവശ്യമുള്ള ആൻറ്റി ഓക്സിഡൻസ്, വിറ്റമിൻസ് ഒക്കെ കിട്ടും, ന്യൂട്രിയൻസ് എല്ലാം കിട്ടുള്ളൂ. അപ്പോഴേ നമ്മുടെ സ്കിന്ന്, ഹെയർ, ഹോൾ ബോഡിക്കും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ സ്കിന്ന് ഗ്ലോ ആവാൻ വേണ്ടി നിങ്ങൾ കഴിക്കേണ്ട ലീഫി വെജിറ്റബിൾസ്, പിന്നെ ഫ്രൂട്ട്സ്, ഈ ബെറീസ് ഉണ്ടല്ലോ, സ്ട്രോബെറി ഇവിടെ കിട്ടില്ല. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബ്ലൂബെറിയും കിട്ടത്തില്ല, മൾബെറി, അങ്ങനത്തെ സാധനം ബെറീസ് ഉണ്ടല്ലോ, അത്, പേരയ്ക്ക, പിന്നെ മാങ്ങ, അങ്ങനെ ഓറഞ്ച്, ഇതൊക്കെ കഴിക്കുക. ക്യാരറ്റ്, ലീഫി വെജിറ്റബിൾസ് കൂടുതലും കഴിക്കാം. ചീര പോലത്തെ, ചീര ദിവസം കഴിച്ചാൽ നിങ്ങളുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ മൂന്നാമതെന്ന് വെച്ചാൽ ഗെറ്റ് ഇനഫ് സ്ലീപ്പ് ഗൈസ്. ഉറക്കം ഇല്ലാണ്ട് പറ്റത്തില്ല കേട്ടോ. നന്നായിട്ട് ഉറങ്ങുന്ന ആൾക്കാരെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, അവരുടെ സ്കിന്നൊക്കെ ശ്രദ്ധിച്ചറിയാം. അപ്പോൾ നിങ്ങൾ ഒരു 7-8 മണിക്കൂർ, മിനിമം 7-8 മണിക്കൂർ ദിവസം ഉറങ്ങണം. നിങ്ങൾക്കിപ്പോൾ രാവിലെ അല്ലെങ്കിൽ രാത്രിയൊക്കെ വർക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേറെ ഒരു ടൈം ബാലൻസ് ചെയ്യുക. അതിന് പകരം ഉച്ചയ്ക്ക് കിടന്നുറങ്ങുക, അങ്ങനെ. അപ്പം 7-8 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഇതിവിടെ ഡാർക്ക് സർക്കിൾസ് വരുന്നത് കാണാം, സ്കിന്ന് ഡ്രൈ ആവുന്ന കാണാം, പിമ്പിൾസ് വരും. അതേപോലെ തന്നെ സ്കിന്ന് ടാൻ, ഓൾറെഡി നമ്മൾ പുറത്ത് പോകുമ്പോൾ ടാൻ അടിക്കും, അത് കൂടാണ്ട് തന്നെ ഉറക്കക്കുറവാകുമ്പോഴും നമ്മുടെ സ്കിന്നൊക്കെ ടാൻ ആവും കേട്ടോ. അങ്ങനെ മുടി ഒഴിച്ചിലുണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ടെൻഷൻ ആക്കണില്ല. നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ എന്താ പറയുക, അതുപോലെ ബ്രെയിൻ സെൽസ്, നമ്മുടെ ഹാർട്ട്, അതൊക്കെ റിപ്പയർ ചെയ്യുന്ന ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഒരു ഉറക്കമില്ലാണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് എന്താണ് എന്ത് ലൈഫുള്ളത്. ലാസ്റ്റ്, മാനേജ് സ്ട്രെസ് നിങ്ങൾ കുറയ്ക്കുക. സ്ട്രെസ്സ് കുറയ്ക്കാതെ ഈ പറഞ്ഞ പോലെ, ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ഈ സ്ട്രെസ് പറയുകയാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങിയാൽ മതി. സ്ട്രെസ് ഉള്ള ആൾക്കാർ നിങ്ങൾ കിടന്ന് ഉറങ്ങി നോക്കൂ, തന്നെ ഇതും മാറും. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ഇമ്പാക്റ്റ് വരും കേട്ടോ നമ്മുടെ സ്കിന്നിലേക്ക്. കാരണം നമുക്ക് പെട്ടെന്ന് ഏജ്ഡ് ആയിട്ട് തോന്നിക്കും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് സർക്കിൾസ്, വല്ലാത്തൊരു ഭയങ്കര ഒരു മോശമാവും നമ്മുടെ സ്കിന്നൊക്കെ ഈ സ്ട്രെസ്സ് വരുന്ന സമയത്ത്. അപ്പോൾ അതിന് നിങ്ങൾ യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇതൊക്കെ ട്രൈ ചെയ്യുക. യോഗ ആൻഡ് മെഡിറ്റേഷൻ അടിപൊളിയാണ് കേട്ടോ. അപ്പം നാച്ചുറലായിട്ട് നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അതിന് പകരം നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് കുറേ പ്രൊഡക്ട്സ് മേടിച്ച് കൂട്ടുട്ടോ. എനിക്കറിയണ ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ ലിസ്റ്റിൽ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഒരുപാട് കോസ്മെറ്റിക് പ്രൊഡക്ട്സും അത് ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞ പ്രൊഡക്റ്റൊക്കെ മേടിച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യും, ഫേസിൽ അപ്ലൈ ചെയ്യും, ബോഡിയിൽ അപ്ലൈ ചെയ്യും. പക്ഷെ അതൊക്കെ നെഗറ്റീവായിട്ടാണ് അത് ഉണ്ടാവില്ല. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും അവരിൽ കാണാറില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കും, നിങ്ങളുടെ സ്കിന്ന് നല്ല ഭംഗി വയ്ക്കും. ഞാൻ പറഞ്ഞത് മൊത്തം എന്താ പറയുക, വെളുത്തിട്ട് പാറുന്നതല്ല കേട്ടോ. നമുക്ക് ഓരോരോ നമ്മുടെ കളറുണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മളിതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ സ്കിന്നും ഹെയറും മാത്രമല്ല, നമ്മുടെ മെൻ്റലി നമ്മൾ ഹാപ്പി ആയിരിക്കും. നമുക്ക് ആ ടെൻഷനൊക്കെ പോയിട്ട് നല്ല പീസ്ഫുള്ളായിട്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ